ശരിക്കും ഞാൻ ഒരുപാട് സ്കാംസുകൾ ഈജിപ്റ്റ് എയർപോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഈജിപ്റ്റിലെ കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിപ്പോൾ. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 അല്ല 16ന്റെ പണി കിട്ടും നിങ്ങൾ ഈജിപ്തിൽ വരുമ്പോൾ. വളരെ ശ്രദ്ധിച്ച് നിങ്ങളത് കേൾക്കണം കേട്ടോ. അത് കസ്റ്റംസിൽ പിടിച്ചു വെച്ച് കുറെ നേരമായി. എൻ്റെ 66ാമത്തെ രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, 65 രാജ്യത്തോളം എയർപോർട്ടുകളിൽ പല പ്രാവശ്യമായിട്ട് കയറി ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ഡ്രോൺ ഉണ്ടാവും, ക്യാമറ ഉണ്ടാവും, മൈക്ക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാവും. ചില രാജ്യത്ത് എയർപോർട്ടിൽ ഡ്രോണിന്റെ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ അബുദാബിയിലൊക്കെ ലോക്ക് ചെയ്യുന്ന പോലെ കസ്റ്റംസിൽ വെക്കുന്നത് പതിവാണ്. ഇതേപോലെ തന്നെയാണ് 4 ദിവസം മുമ്പ് ഞാൻ കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർ അറേബ്യയിൽ വന്നിറങ്ങിയത്. ഇവിടെ വന്നപ്പോൾ സാധാരണ എന്താ സംഭവിച്ചത്, കസ്റ്റം പറഞ്ഞു നിങ്ങൾക്ക് ഡ്രോണ് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല, കസ്റ്റംസ് സീസ് ചെയ്യുന്നുള്ളത്. ഞാൻ പറഞ്ഞു ശരി, സംഭവിച്ചു. അത് ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസുകൾ ഉണ്ട്, നിയമങ്ങളുണ്ട്. അത് നമ്മൾ ഒബേ ചെയ്ത് അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ടോട്ടലി അണ്ടർസ്റ്റുഡ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു വെളുപ്പിന് 2 മണിക്കാണ് എയർ അറേബ്യ കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ വന്നു, കസ്റ്റംസ് ഓഫീസർ വന്നു, പേരും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അതിന്റെ ഇടയിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നറിയോ, എന്റെ പാസ്പോർട്ട് കാണാനില്ല. അവരെടുത്ത് പാസ്പോർട്ട് മിസ്സായി. എന്റെ പാസ്പോർട്ട് ആലോചിച്ച് നോക്കണം, കെയ്റോ പോലത്തെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിറങ്ങിയ എയർപോർട്ടിൽ കസ്റ്റംസിന്റെ കയ്യിൽ നിന്നാണ് എന്റെ പാസ്പോർട്ട് മിസ്സായത്. നിങ്ങൾ ആലോചിക്കണം, എയർപോർട്ടിൽ എന്റെ പാസ്പോർട്ട് കസ്റ്റംസിന്റെ കയ്യിൽ മിസ്സായി. അവരെന്നിട്ട് അവിടെ തപ്പുന്നു, ഇവിടെ തപ്പുന്നു. ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ ഓഫീസ് ടീമായിട്ട് വന്നതാണ്. ഞങ്ങളോട് തന്നെ തപ്പിക്കോളാൻ പറയുന്ന, കസ്റ്റംസ് ഇരിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് തന്നെ തപ്പിക്കോ, നിങ്ങൾ തന്നെ നോക്കിക്കോ, കണ്ടുപിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ചിലപ്പോൾ ആരെങ്കിലും കയ്യിൽ പാസ്പോർട്ട് പെട്ടുപോയിട്ടുണ്ടാവും. കാരണം ഇവർ എന്റെ പാസ്പോർട്ട് ഒരാൾ നോക്കുന്നു, 2ാമത്തെ ആൾ നോക്കുന്നു, 3ാമത്തെ ആൾ നോക്കുന്നു, 4ാമത്തെ ആൾ നോക്കുന്നു. കസ്റ്റംസ് വേറെ ഓഫീസേഴ്സ്. എനിക്ക് തന്നെ മനസ്സിലാവില്ല എന്താ നടക്കണെന്നുള്ളത്. ശരിക്കും എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഒന്ന് ഞാൻ ഫേസ് ചെയ്യുന്നത്. എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾ ധൈര്യത്തിൽ പൊക്കോ, നമ്മൾ ആരെങ്കിലും കൊണ്ടുതരുമ്പോൾ നിങ്ങളെ വിളിക്കാൻ നമ്പർ തന്നെ. ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് എന്റെ പാസ്പോർട്ട് കിട്ടാതെ ഞാൻ പോകൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന 2 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, 8 മണി. അതായത് ഏകദേശം 7 മണിക്കൂറോളം പാസ് ചെയ്ത് ഞങ്ങൾ. അപ്പൊ അതിന്റെ ഇടയിൽ അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് തൊട്ടപ്പുറത്തെ എയർപോർട്ടിൽ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഹോപ്പ് മിസ്സായി. കാരണം ഞങ്ങൾ തപ്പലോട് തപ്പലല്ല. അവരെന്നെ പറഞ്ഞു ഞങ്ങൾ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ടായിരുന്ന ആൾക്കാരൊക്കെ വിളിച്ചു, അവർ ആരുടെ കയ്യിലില്ല. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പാണ്, കാരണം ഞങ്ങൾ ആ ഇരുന്ന ഏരിയയിൽ പാസ്പോർട്ട് ഞങ്ങൾ ഫുൾ തപ്പി, ഞങ്ങൾ എല്ലാവരും തപ്പി, അവരും തപ്പി, ആ ടേബിളൊക്കെ ഫുള്ള് മാറ്റിയിട്ട്. നിങ്ങൾ ആ അവസ്ഥ കണ്ടു. നിങ്ങൾ എന്തെങ്കിലും ഈജിപ്തിലെ എയർപോർട്ട് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന തൊട്ട് മുന്നായിട്ട് കസ്റ്റംസിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഒരു ഏരിയ ഞങ്ങൾ ഫുള്ള് പരിധി. അപ്പൊ എനിക്ക് ഉറപ്പാണ് ആരുടെ കയ്യിലെങ്കിലും ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ ഇവിടുത്തെ പാസ്പോർട്ടിന്റെ പോലീസിന്റെ അടുത്ത് പോയി ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. കസ്റ്റംസിന്റെ അടുത്ത് നിന്ന് എന്റെ പാസ്പോർട്ട് മിസ്സായി. അവര് വളരെ ലാഘവത്തോടെയാണ്, ഇവര് എങ്ങനെയാണ് ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. പാസ്പോർട്ട് ഞങ്ങൾക്ക് പോയി. അപ്പൊ അവർ പറഞ്ഞു റിപ്പോർട്ട് വേണം, അതിന്റെ മാനേജറിന്റെ റിപ്പോർട്ട് വേണം. കസ്റ്റംസിൽ നിന്നാണ് പോയിട്ടുള്ളത്. കാരണം സാധാരണ ഒരു പാസ്പോർട്ട് പോകുന്ന പോലെയല്ല പോയിട്ടുള്ളത്. കാരണം പല രാജ്യത്ത് പോകുമ്പോൾ, യൂറോപ്പിലൊക്കെ പോകുമ്പോൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സംഭവിക്കുന്ന സാധനമാണ് പാസ്പോർട്ടൊക്കെ മിസ്സാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇന്ത്യൻ എംബസി പോയിട്ട് നമ്മൾ എനിക്ക് ഒരു എക്സിറ്റ് കാർഡ് തരുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് വേണം നമുക്ക് പാസ്പോർട്ട് ഇതാക്കാൻ. നമുക്ക് ഹോപ്പൊന്നും ഇല്ലാണ്ട് എന്റെ പാസ്പോർട്ട് പോയി. അതും പാസ്പോർട്ട് പോലും മാത്രമല്ല, എനിക്ക് 4 ദിവസം കഴിഞ്ഞ് എന്റെ അടുത്ത യാത്ര ഉണ്ട്. എന്റെ UK വിസയുടെ വേറെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം എനിക്ക് വേറൊരു ട്രാവൽ വിസക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ എന്റെ വരിയായിട്ട് നിൽക്കുന്നത് അടുപ്പിച്ച് ഒരു 3-4 ദിവസം ഗ്യാപ്പിൽ എല്ലാ കാര്യങ്ങളും വരുന്നത്. എന്റെ കാര്യമായിട്ട് എന്റെ യാത്രനൊക്കെ എഫക്ട് ചെയ്തത്. അതിനുശേഷം ശങ്കം വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നുള്ള ആകെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ താങ്ക് ഗോഡ് ഒരാളെ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു ഇതെന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് എനിക്ക് ചിരിയാണോ അല്ലെങ്കിൽ സന്തോഷമാണോ വന്നതെന്നുള്ള ഒരു ഫീല്. നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, അത് പോട്ടെ എന്ന് വിചാരിക്കും, നമുക്കത് മേടിക്കാം പിന്നെ കാശ് കൊടുത്തിട്ടായിരുന്നു. പക്ഷെ പാസ്പോർട്ട് വേറൊരു രാജ്യത്ത് മിസ്സാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് അത് അങ്ങനത്തെ ഒരു ഹെഡേക്ക് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് പാസ്പോർട്ട് കിട്ടി. എൻ്റെ അവിടെ ഡ്രോണ് അവിടെ കൊണ്ടുപോയി വെച്ചു. തിരിച്ചു ഞങ്ങൾ സമാധാനത്തോടെ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയല്ലോ, ഡ്രോണല്ലേ ഇവിടെ ആയിട്ടുള്ളൂ, കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ ഇന്ന് ഞങ്ങൾ 5-ാമത്തെ ദിവസം തിരിച്ച് എയർപോർട്ടിലെത്തി. ഈ ഡ്രോൺ തിരിച്ചെടുക്കണ്ടേ, അപ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉള്ളിൽ കയറി വന്നു. നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ കസ്റ്റംസിൽ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ കസ്റ്റംസിൽ അങ്ങനത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്കിൻ്റെ അവിടെ നിന്ന് ചെക്കിൻ കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് പാസ് ആയിട്ട് അവരായിട്ട് എയർ അറേബ്യയിലാണ് ഞാൻ തിരിച്ചു വരുന്നത് അബുദാബിക്ക്. അപ്പോൾ എയർ അറേബ്യയുടെ തന്നെ സ്റ്റാഫിനായിട്ട് എന്നെ അപ്പുറത്തെ അറൈവൽ ഹാളിൽ കൊണ്ടുപോയി. അതും ഇവിടെ ഞാൻ 3600 pounds പേ ചെയ്യേണ്ടി വന്നു എയർ അറേബ്യക്ക്. കാരണം അവരെ പുറത്ത് കൊണ്ടുപോയി അവിടുന്ന് ഷട്ടിൽ ബസ്സിലാണ് എന്നെ കൊണ്ടുപോയത് അങ്ങോട്ട്. അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടുന്ന് എൻ്റെ
ഡോക്യുമെന്റ്സ് വീണ്ടും കിട്ടാൻ ഒരുപാട് അപ്രൂവൽസ്, പേപ്പർ, മറ്റുള്ള കാര്യങ്ങൾ അവിടെ കസ്റ്റംസിന് ഏകദേശം ഒരു 260 pounds വേറെ പേ ചെയ്യേണ്ടി വന്നു. അതും പ്രശ്നമില്ല. പൈസ പോകുന്നതിന്റെ എല്ലാ പ്രശ്നം, നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് നമ്മൾ എത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പോയി നമ്മൾ തിരിച്ച് അവിടുത്തെ വേറൊരു ഓഫീസർ എൻ്റെ കൂടെ വന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ഹെൽപ്പർ എൻ്റെ കൂടെ ഉണ്ട്, ഏറിയയുടെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, അവിടുന്ന് കസ്റ്റംസിന്റെ ഒരാൾ എന്തോ വലിയൊരു കുറ്റം ചെയ്യുന്ന ഒരു ട്രോണ്ട കാര്യമാണ്. എന്നിട്ട് അതിനുശേഷം ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ ഈ സാധനം സീൽഡ് ആണ്. ഈ സീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഹാൻഡ് ബാഗേജിൽ ക്യാരി ചെയ്യണം ബാറ്ററി ഉള്ളതുകൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബാറ്ററി എടുത്തിട്ട് വേണം എൻ്റെ ഹാൻഡ് ബാഗേജിൽ വെക്കണം, ലഗേജ് എന്നിട്ട് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റംസിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു പറ്റില്ല, ഇത് ലോക്ക്ഡ് ആണ്, നിങ്ങൾ ഇതിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എയർ ഏബിയുടെ സ്റ്റാഫ് പറഞ്ഞു അത് പറ്റില്ല, അത് നിങ്ങൾക്ക് ബാറ്ററി നമ്മളുടെ ലഗേജിൽ ഹാൻഡ് ബാഗേജിൽ ഇടാനേ പറ്റുള്ളൂ. പിന്നെ ഇവരെന്ന് വെച്ചാൽ പൊരിഞ്ഞടി. ഇവർ ഏത് രീതിയിലാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാഫ് ആയെന്ന് ആലോചിക്കുകയാണ്. ഇവർക്കൊരു ജനറൽ ഒരു തിങ്കിങ് ഇല്ലേ, ഇങ്ങനെ ചെയ്യണം. ഒരു എയർലൈൻസിന്റെ റൂളാണ് ബാറ്ററി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. ഇവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. എന്താൾക്കാരും നമുക്ക് തന്നെ ശരിക്കും ഞാൻ ഒരുപാട് സ്കാംസുകൾ ഈജിപ്റ്റ് എയർപോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ മാനേജേഴ്സ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കസ്റ്റംസും എയർപോർട്ടിലും, അതായത് എയർ ഏബിയുടെ സ്റ്റാഫും കൂടിയിട്ട് ഫൈറ്റ്. ലാസ്റ്റ് വീണ്ടും എൻ്റെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും എടുത്ത് കസ്റ്റംസ് പോയി, എൻ്റെ ഡ്രോൺ കൊടുത്തിട്ട്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടു നിൽക്കാന്നല്ലാതെ. ലാസ്റ്റ് ഇവരുടെ എയർ ഏബിയുടെ വേറെ മാനേജർ വന്ന് സംസാരിച്ച് അനുനയിപ്പിച്ച് അവർ വന്നിട്ട് പറഞ്ഞു ഓക്കെ, നിന്റെ ബാറ്ററി ലഗേജിൽ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് വീണ്ടും എന്നെ കൊണ്ടുവന്ന് ചെക്ക് ഇൻ ചെയ്ത് അവരെന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാക്കി. നിങ്ങൾ ആയിരിക്കണം എത്ര ബുദ്ധിമുട്ടാന്ന് പറയാം. അതിന്റെ ഇടയിൽ ചെക്കിന്റെ ഇടയിൽ ഞാൻ മെറ്റയുടെ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈജിപ്തിലോട്ട്. ഇറങ്ങി പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു മെറ്റയുടെ ഗ്ലാസ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രിസണിൽ അടക്കുന്നതുകൊണ്ട് ഇത് ലീഗലാണെന്നുള്ളത്. ഞാൻ എവിടെ കണ്ടിട്ടില്ല കേട്ടോ മെറ്റയുടെ ഗ്ലാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജയിലിൽ അടക്കുന്നുള്ള കാര്യം. അങ്ങനെ അതിനവർ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ അവർ ചോദിക്കായിരുന്നു എത്ര പൗണ്ട് കയ്യിലുണ്ട്, വാലറ്റ് കാണിക്കുക, നിങ്ങൾക്ക് എത്ര ഡോളർ ഉണ്ട് കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്കും തോന്നി ഇത് കംപ്ലീറ്റ്ലി പൈസക്കുള്ളൊരു കളിയാണ് ഈ ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ മാത്രമല്ല പുറത്തും കംപ്ലീറ്റ് സ്കാംസ് ആണ് എല്ലായിടത്തും. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോൺ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. പിന്നെ അതേപോലെ തന്നെ എയർപോർട്ടിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം കൊണ്ട്, ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ ബാഗും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നിങ്ങളെ പാസ്പോർട്ട് എങ്ങാനും കസ്റ്റംസിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം പാസ്പോർട്ട് ആരുടെ കയ്യിലായിരിക്കണം എന്നുള്ളത്. ഒരു രീതിയിൽ നിങ്ങളെ കണ്ട് വേറെ സ്ഥലത്ത് പോകാൻ പാടില്ല. നിങ്ങളുടെ പാസ്പോർട്ട് ഏത് ഓഫീസറുടെ അടുത്താണ്, ആരുടെ അടുത്താണ് കയ്യിലിരിക്കുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പണി കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഫ്രണ്ട് പറഞ്ഞു വെച്ചാൽ ഇവർ ചിലപ്പോൾ പൊളിച്ചു മാറ്റാനും ചാൻസ് ഉണ്ട്. എന്നിട്ട് കുറെ മണിക്കൂറുകൾക്ക് ശേഷം പൈസ നിങ്ങളുടെ അടുത്ത് മേടിച്ചിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു തരുന്നുള്ളത്. നിങ്ങൾ ആലോചിക്കുന്ന ഒരു കൺട്രിയിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഈജിപ്തിൽ വരുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കുക, ഡ്രോൺ കൊണ്ടുവരരുത്, മെറ്റയുടെ ഈ ഗ്ലാസ് കൊണ്ടുവരരുത്, ക്യാമറ ഉള്ളത്, ഇതൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലെ യാത്ര നിങ്ങൾക്ക് സുഖകരമാക്കാം. വന്ന ദിവസവും പോണ ദിവസവും ഇറ്റ് വാസ് എ ഹെൽ ഡേ, ഫുൾ ക്യാവസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക. ഈജിപ്തിൽ വരുമ്പോൾ വീണ്ടും ആലോചിക്കാൻ നിങ്ങളുടെ ബാഗിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത്. ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളും ഫേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഈജിപ്തിൽ വരാമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി വന്ന് ഈജിപ്റ്റ് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. ഓക്കെ, താങ്ക് യു.